ശ്രീമതി അഞ്ജു പാർവതി, നേരത്തെ നമ്മൾ സൂചിപ്പിക്കട്ടെ, നമ്മളിപ്പോൾ നിരന്തരം ഈ ഒരു ചർച്ചയിൽ തന്നെ വരുന്നത് പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്ത്രീയെ അതിജീവിത എന്ന് വിളിക്കുകയും പൊതിഞ്ഞു പിടിക്കുകയും പുരുഷൻ്റെ സ്വകാര്യതയെ മാനിക്കാതെ പലയിടങ്ങളിലും പരസ്യ വിചാരണ അവന് ഏൽക്കേണ്ടി വരികയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചെങ്കിലും എനിക്ക് വിയോജിപ്പുണ്ട് വ്യക്തിപരമായി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമാ മേഖലയിലെ തൊഴിൽ ചൂഷണങ്ങൾ അത് പൊതുവായിട്ടാണ്. സ്ത്രീക്കും പുരുഷനും അർഹിക്കുന്ന പരിഗണനയും പരിരക്ഷയും സുരക്ഷയും ഉറപ്പുവരുത്തണം എന്നൊക്കെ റിപ്പോർട്ടിൽ കണ്ടെത്തലുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഈ സ്ത്രീകൾ മാത്രമാണ് ബാധിക്കപ്പെടുന്നത് എന്നൊരു വാദം കൂടി ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കമ്മിറ്റി, നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞത് ഒരു അതിക്രമം, സ്ത്രീകളുടെ ഒരു സെക്സുമായിട്ട് അല്ലെങ്കിൽ അവരെ ചൂഷണം, ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന വിഷയം മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം ഞാൻ എടുത്തു വരാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എന്തിൻ്റെ പിന്നിലും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എന്തുകൊണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും 5 വർഷം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വ്യക്തമായൊരു പൊളിറ്റിക്സ് അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് WCC. ഇപ്പോൾ WCCയുടെ ചില സമയത്തുള്ള ചിലരുടെ മാത്രം WCC വലിയ രീതിയിൽ എന്താ പറയുക പ്രതിഷേധങ്ങൾ നടത്തുന്നു, ചിലയിടത്ത് അവർ വളരെ സൈലൻ്റ് ആവുന്നു എന്നുള്ളത് സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെ ചില പ്രത്യേക നിർമ്മാതാവിനെതിരെ, സംവിധായകനെതിരെ ഒക്കെ ആരോപണം വന്നു. ശരിയാണ്, അതിനെതിരെയൊക്കെ WCC എന്ത് നിലപാടെടുത്തു? ഒന്നുമില്ല. എപ്പോഴും അവർക്ക് നിലപാട് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അവൾക്കൊപ്പം എന്നുള്ളൊരു വാദം മാത്രം. അതാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ തന്നെയാണ് WCC എന്ന സംഘടനയോടുള്ള വിയോജിപ്പും എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇത് പറയാനുള്ളൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാരെയൊക്കെയോ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, 5 വർഷം ഈ നീണ്ട ഒരു കാലയളവ്, ഈ പുറത്ത് വരുന്ന വിഷയങ്ങൾ തന്നെ അത് എത്രത്തോളം പുറത്ത് പറയാൻ പറ്റുന്ന വിഷയങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ഒരു ധാരണയില്ല. അപ്പോൾ ഇത് പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് തന്നെ മദ്യം, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അടിക്കടി വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, സിനിമാ സെറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഞാൻ പറയുന്ന വൻപൻ ആളുകളുടെ പേരല്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, സപ്ലയേഴ്സിനൊക്കെ പിടിക്കുമ്പം കൊച്ചി അല്ലെങ്കിൽ ആ ഏരിയകളിലൊക്കെ കൊണ്ടെത്തിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വമ്പൻ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരേണ്ട ഒരു പേരെന്ന് പറയുമ്പം വേടൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു റാപ്പറുണ്ട്. അദ്ദേഹം വലിയ ഗായകനും ഒക്കെയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുമ്പ് വരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മിറ്റി, ഈ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പലർക്കും ശരിക്കും ഒരു വലിയൊരു വെല്ലുവിളി. അതാരാണ് ഇദ്ദേഹം? അതിൽ ഏറ്റവും മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ നിർമ്മാതാവ് ഹർജി കൊടുത്തു എന്ന് പറഞ്ഞു. അയാൾ പറയുന്നുണ്ട്, വിവരങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ പലർക്കും ജീവന് അല്ലെങ്കിൽ ഭയങ്കര ഭീഷണി ഉണ്ടാവും, ഭയക്കേണ്ടതാണെന്ന്. ആരെ ഭയക്കുന്നു? അപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? സിനിമാ മേഖലയിൽ ഭയക്കപ്പെടേണ്ടതായിട്ടുള്ള ആരോ ഉണ്ട്, അവിടെ ഒരു മാഫിയ ഉണ്ട്, ഭയക്കേണ്ടതായിട്ടുള്ളൊരു മാഫിയ ഉണ്ട് എന്നല്ലേ? അപ്പം എന്താണ് ഇത്രയും വലിയൊരു വ്യവസായം, സിനിമ പോലുള്ളൊരു വലിയൊരു വ്യവസായം, വലിയൊരു തൊഴിൽ മേഖല, അവരാരെയോ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലല്ലേ ഗവൺമെൻറ്റിന് ഫലപ്രദമായിട്ട് ഇടപെടേണ്ടത്? സർക്കാർ ശരിക്കും ഫലപ്രദമായിട്ട് ഇടപെടേണ്ടതും നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതും ഇത് പറഞ്ഞ പോലെ കുറേ ഇത് അവിടെ ഓരോ സുരക്ഷിതമാണോ, ഓരോ വ്യക്തിയും, ഞാൻ പറഞ്ഞ സ്ത്രീ മാത്രമല്ല, അവിടെ മേഖലയിൽ പണിയെടുക്കുന്ന ഓരോ വ്യക്തിയും സുരക്ഷിതമാണോ എന്ന് നോക്കേണ്ടതും ഒക്കെ ഇവിടുത്തെ സർക്കാരാണ്. കാരണം നമ്മുടെ ഇതൊക്കെ തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും കോമൺ പീപ്പിളിൻ്റെ നികുതി പണം എല്ലാം ഒഴുകുന്നതാണ്. ഈ ഒരു കമ്മീഷൻ ആണെങ്കിൽ പോലും നമ്മുടെ നികുതി ഉൾപ്പെട്ടാണ് ആ കോടികൾ അല്ലേ കമ്മിറ്റിക്ക് വേണ്ടി കൊടുത്തത്. 1.25 കോടിയാണ് കൊടുത്തത്. 1.25 കോടി. അത് ഗവൺമെന്റ് ഖജനാവെന്ന് വെറുതെ എടുത്ത് കൊടുത്തതല്ല, നമ്മുടെ നികുതി പണം. അപ്പം നമുക്ക് റൈറ്റ് ഉണ്ട് ചോദിക്കാൻ. അപ്പം എന്തിനാണ് ഈ ഭയം? ആരെയാണ് ഭയക്കുന്നത്? ആരെ സംരക്ഷിക്കാനാണ്? അപ്പം ഈ ശരിക്കും പുറത്ത് കൊണ്ടുവരാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിർമ്മാതാവിൻ്റെ പിന്നിലുള്ള കളിക്കുന്ന ആൾക്കാർ, അവരായിരിക്കാം ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. Yes.